നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് മാർച്ച് 30 വേൾഡ് ബൈപോളാർ ഡേ. എല്ലാ വർഷവും മാർച്ച് 30 ലോക ബൈപോളാർ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന തീവ്രമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും അതുപോലെ ഈ രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നതൊക്കെയാണ് എല്ലാ വർഷവും മാർച്ച് 30 ഈ ഒരു ദിവസമായിട്ട് ആചരിക്കുന്നതിന്റെ ലക്ഷ്യം. ഇന്ന് വേൾഡ് ബൈപോളാർ ഡേയുമായി ബന്ധപ്പെട്ട് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ BSc നഴ്സിംഗ് സ്റ്റുഡൻസ് 3rd ഇയർ വിദ്യാർത്ഥികളായ അലീന NJ, അക്സ സാറ സാബു, അശ്വിൻ നെൽസൺ വർഗീസ്. നമസ്കാരം, ഞാൻ അക്സ സാറ സാബു. ഞാൻ അലീന NJ. ഞാൻ അശ്വിൻ നെൽസൺ വർഗീസ്. ഞങ്ങൾ പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ്. ഇന്ന് മാർച്ച് 30 വേൾഡ് ബൈപോളാർ ഡേ. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുവാനും ബൈപോളാർ രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ചില ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൽ വളരെ സന്തോഷവും ഉത്സാഹവും തോന്നും. അതേ മനസ്സ് തന്നെ ചിലപ്പോൾ കാരണമില്ലാതെ ദുഃഖത്തിലുമായേക്കാം. എന്നാൽ ഈ മാറ്റങ്ങൾ വളരെ ശക്തമായി ഒരാളുടെ ദൈനംദിന ജീവിതത്തെയും ജോലിയെയും വ്യക്തിപരവും സാമൂഹികപരവുമായ ബന്ധങ്ങളെയും ബാധിക്കുന്നതായാൽ അതൊരു മാനസിക രോഗമായേക്കാം. അതെ, ഒരു വ്യക്തിയുടെ മനസ്സിന്റെ അഥവാ പെരുമാറ്റത്തിലെ ഈ അതിരൂക്ഷമായ ഉയർച്ചയും താഴ്ചയും ബൈപോളാർ ഡിസോർഡർ എന്ന മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നു. അലീന, എന്താണ് ഈ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്? ബൈപോളാർ ഡിസോർഡർ എന്നത് ഒരു മാനസിക രോഗമാണ്. അതിൽ വ്യക്തിയുടെ മനോഭാവം വളരെ ഉയർന്ന ഘട്ടം അഥവാ മേനിയ, അതുപോലെ താഴ്ന്ന ഘട്ടം ഡിപ്രഷൻ, ഇവ രണ്ടും മാറി മാറി സംഭവിക്കുന്നു. ഭൂമിയുടെ 2 ധ്രുവങ്ങളെ പോലെ മേനിയയും ഡിപ്രഷനും മനുഷ്യരുടെ മനസ്സിലെ 2 വിരുദ്ധ ധ്രുവങ്ങളാണ്. ഈ 2 അവസ്ഥകളുടെ ഇടയിൽ മാറുന്ന മാനസിക അവസ്ഥയാണ് ബൈപോളാർ ഡിസോർഡർ. മേനിയ ഘട്ടത്തിൽ വ്യക്തി വളരെ ഉത്സാഹവും ഊർജവും ആത്മവിശ്വാസവും ഒക്കെ കാണിക്കും. അധികമായി സംസാരിക്കും, ഉറക്കം കുറയും, അപകടകരമായ തീരുമാനങ്ങൾ ഒക്കെ എടുക്കും. അതേസമയം ഡിപ്രഷൻ ഘട്ടത്തിൽ വളരെ അധികം ദുഃഖം, ക്ഷീണം, മുൻപ് താല്പര്യത്തോടെ ചെയ്ത കാര്യങ്ങളിൽ താല്പര്യക്കുറവ്, ഉറക്ക പ്രശ്നങ്ങൾ എന്നിവയും കാണാം. അക്സ, ഈ രോഗത്തിന്റെ കാരണങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? ഈ രോഗത്തിന് ഒരു പ്രത്യേക കാരണമില്ല. പല ഘടകങ്ങൾ ചേർന്നാണ് ഇതുണ്ടാകുന്നത്. ഒന്നാമതായി ജെനറ്റിക്സ്. ബൈപോളാർ രോഗത്തിൽ ജനിതക ഘടകത്തിന് വലിയ പങ്കുണ്ട്. മാതാപിതാക്കളിൽ ഒരാൾക്ക് ബൈപോളാർ രോഗമുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതുണ്ടാകുവാൻ 10 മുതൽ 15% വരെ സാധ്യതയുണ്ട്. ഇരുവരും ബൈപോളാർ രോഗികളാണെങ്കിൽ ഈ സാധ്യത ഏകദേശം 40 മുതൽ 70% വരെ ഉയരാം. രണ്ടാമതായി ബ്രെയിൻ കെമിക്കൽ ഇംബാലൻസ്. മസ്തിഷ്കത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അസന്തുലിതാവസ്ഥ മൂലം ഇത് സംഭവിക്കുന്നു. മൂന്നാമതായി വലിയ മാനസിക സമ്മർദ്ദങ്ങൾ. നാലാമതായി സബ്സ്റ്റൻസ് അബ്യൂസ്. ഇവയൊക്കെയാണ് പ്രധാന കാരണങ്ങളായി പറയുന്നത്. അതുപോലെ തന്നെ ഇവ പലതരത്തിലും കാണപ്പെടുന്നുണ്ട്. ആണോ? ഇതിന്റെ തരങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ? പറയാം. ഒന്നാമത്തേതാണ് ബൈപോളാർ ഡിസോർഡർ ടൈപ്പ് 1. ഇത് ബൈപോളാർ രോഗത്തിന്റെ ഏറ്റവും ഗുരുതരമായ രൂപമാണ്. ഇതിൽ രോഗിക്ക് കുറഞ്ഞത് ഒരു മേനിയ എപ്പിസോഡെങ്കിലും ഉണ്ടാകും. മേനിയ ഘട്ടത്തിൽ ഇവർ വളരെയധികം സന്തോഷവാന്മാരും ഊർജ്ജസ്വലരുമായിരിക്കും. സംസാരവും നടപ്പുമൊക്കെ വേഗത്തിലായിരിക്കും. ഉറക്കം കുറയുകയും അപകടകരമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇവർക്ക് ചിലപ്പോൾ ഡിപ്രഷൻ ഘട്ടവും ഉണ്ടാകാം. ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അധികം ഉത്സാഹവും ഊർജവും ഉള്ള ഘട്ടവും പിന്നെ വളരെ ദുഃഖവും ക്ഷീണവുമുള്ള ഘട്ടവും മാറി മാറി വരാം. ഇത് 2 ധ്രുവങ്ങളെ പോലെ വ്യത്യസ്തമായിരിക്കും. രണ്ടാമതായി ബൈപോളാർ ഡിസോർഡർ ടൈപ്പ് 2. ഇവിടെ പ്രധാനമായും ഹൈപ്പോമേനിയ, അതായത് മേനിയയുടെ ലഘുരൂപവും അതുപോലെ മേജർ ഡിപ്രഷൻ എന്നിവയുമാണ് കാണപ്പെടുന്നത്. അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു തരം കൂടി ഇതിനുണ്ട്. അതാണ് സൈക്ലോതൈമിക് ഡിസോർഡർ. ഇത് ബൈപോളാർ രോഗത്തിന്റെ ലഘുരൂപമാണ്. ഇവിടെ ലക്ഷണങ്ങൾ വളരെ ശക്തമല്ല എങ്കിലും 2 വർഷത്തിലധികം കാലം ഇത് തുടർന്നേക്കാം. അലീന, ഇതിന്റെ രോഗനിർണയ മാർഗങ്ങൾ എന്തൊക്കെയാണ്? രോഗനിർണയ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കാൻ മാത്രം മതിയാകില്ല ഇവ കണ്ടെത്താൻ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൈക്യാട്രിക് പരിശോധന, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, ഇവയൊക്കെയാണ് രോഗനിർണയ മാർഗങ്ങൾ. പൊതുവെയുള്ളൊരു സംശയമാണ് മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയുണ്ടോ എന്നത്. ഈ അസുഖത്തിന് എന്ത് ചികിത്സാ രീതിയാണുള്ളത്? ഇതിന് 3 തരത്തിലുള്ള ചികിത്സാ രീതികളാണുള്ളത്. പ്രധാനമായും മരുന്നുകളാണ്.
ലിഥിയം പോലെയുള്ള മൂഡ് സ്റ്റെബിലൈസേഴ്സ്, ഒലാൻസിപ്പൈൻ, റിസ്പെറിഡോൺ തുടങ്ങിയ ആന്റിസൈക്കോട്ടിക് മരുന്നുകൾ, ഡിപ്രഷൻ ഉണ്ടായാൽ സൈക്യാട്രിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ആന്റി ഡിപ്രസന്റുകൾ എന്നിവ ഉപയോഗിക്കുന്നു. ആവശ്യമെങ്കിൽ ഉറക്കമില്ലായ്മയ്ക്കും ആശങ്കയ്ക്കും മരുന്നുകൾ നൽകാറുണ്ട്. പിന്നെ ഒരു പ്രത്യേക ചികിത്സാരീതിയുണ്ട്, സൈക്കോതെറാപ്പി എന്ന് പറയും. ഇവിടെ കൗൺസിലിംഗ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ CBT, ഫാമിലി തെറാപ്പി, പിന്നെ രോഗിക്കും കുടുംബത്തിനും രോഗത്തെക്കുറിച്ചുള്ള അവബോധം നൽകുക തുടങ്ങിയവയാണ് ചെയ്യുന്നത്. മാനസികാരോഗ്യത്തിൽ കുടുംബത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണോ? അതെ, മാനസികാരോഗ്യത്തിൽ കുടുംബത്തിന് ഒരു വലിയ പങ്കുണ്ട്. രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുകയും പെരുമാറ്റം, ഉറക്കം എന്നിവ നിരീക്ഷിക്കുകയും വേണം. മരുന്നുകൾ ശരിയായി നൽകുകയും ശാന്തമായ അന്തരീക്ഷം ഒരുക്കുകയും ചെയ്യുന്നതുമൂലം ഇതിനെ ഒരു പരിധിവരെ മാനേജ് ചെയ്യുവാൻ കഴിയും. അതുപോലെ പോഷകാഹാരം നൽകുവാനും ശ്രദ്ധിക്കണം. മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും സ്ഥിരമായ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുക. മദ്യവും മയക്കുമരുന്നും പൂർണ്ണമായി ഒഴിവാക്കുകയും സ്ട്രെസ് കുറയ്ക്കുകയും മൂഡ് സ്വിങ്സ്, ഉറക്കക്കുറവ് തുടങ്ങിയ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട ചികിത്സകൾ എടുക്കുകയും കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുക. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തിനോളം തന്നെ, അല്ലെങ്കിൽ ഒരു പടി മുൻപിൽ തന്നെ എന്ന് പറയാം. ഇന്ന് ലോക ബൈപ്പോളാർ ദിനമായിട്ട് ബൈപ്പോളാർ രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെ ഒഴിവാക്കി ശരിയായ സമയത്തുള്ള തിരിച്ചറിവും ചികിത്സയും കുടുംബത്തിന്റെ പിന്തുണയും ലഭിച്ചാൽ ഈ രോഗത്തോടൊപ്പം ആരോഗ്യകരമായ ഒരു സാധാരണ ജീവിതം നയിക്കുവാൻ സാധിക്കും എന്ന തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് വേൾഡ് ബൈപ്പോളാർ ഡേയുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗിലെ BSc നഴ്സിംഗ് സ്റ്റുഡൻസ് തേർഡ് ഇയർ വിദ്യാർത്ഥികളായ അലീന NJ, അക്സ സാറ സാബു, അശ്വിൻ നെൽസൺ വർഗീസ് എന്നിവർ അവതരിപ്പിച്ച പ്രത്യേക പരിപാടി കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.